ദില്ലിയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ കോൺഗ്രസ് തികച്ചും അപ്രസക്തമായി. തുടർച്ചയായി മൂന്നാം തവണയും ഒരു സീറ്റ് പോലും നേടാതെ പപ്പുവിൻ്റെ പാർട്ടി പരാജയപ്പെട്ടു. 6.37% വോട്ട് വിഹിതമാണ് കോൺഗ്രസിന് ആകെ കിട്ടിയത്. ദില്ലിയിലെ തോൽവി കോൺഗ്രസിനുള്ള പാഠമെന്നാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തെപ്പറ്റി പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചത്. ഇന്ത്യ മുന്നണിയിൽ ഐക്യമുണ്ടാക്കുന്നതിൽ സോണിയ മധാമയും മകനും പരാജയം. ഡൽഹിയിലെ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മിയും കോൺഗ്രസും ഒന്നിച്ച് നിൽക്കാതിരുന്നതും കോൺഗ്രസ് BJPക്കെതിരെ സംസാരിക്കാതെ ആം ആദ്മിയെയും അരവിന്ദ് കെജ്രിവാളിനെയും മാത്രം ശത്രുവായി കണ്ട് പ്രചാരണം നടത്തിയതും ആം ആദ്മിക്കും കോൺഗ്രസ് പാർട്ടിക്കും ഒരുപോലെ തിരിച്ചടിയായി. മകൻ ചത്താലും കുഴപ്പമില്ല, മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതിയെന്ന അമ്മായിയമ്മ നയമാണ് കോൺഗ്രസ് അനുവർത്തിച്ചത്. പല സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ നേടിയ വോട്ടാണ് ആം ആദ്മി പാർട്ടിയുടെ കനത്ത പരാജയത്തിന് കാരണമായത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെതിരെ സോണിയാഗാന്ധി നടത്തിയ അനാവശ്യ പരാമർശം മുതലെടുക്കാനും ആ വിഷയം തിരഞ്ഞെടുപ്പിൽ കത്തിക്കാനും BJPക്ക് സാധിച്ചു. ദില്ലിയുടെ ഹൃദയത്തിൽ മോദിയാണെന്നും ചതിയുടെയും അഴിമതിയുടെയും ചില്ലുകൊട്ടാരം തകർന്നു വീണെന്നും അമിത്ഷാ പ്രതികരിച്ചു.